ഏതിനും ഇന്റർവ്യൂ സർവ്വസാധാരണമാണല്ലോ. സിനിമയിൽ അഭിനയിക്കാൻ നടന്മാരെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ചാൻസ് ചോദിച്ചെത്തുന്ന രണ്ട് മിമിക്രിക്കാരെ നമുക്കിപ്പോ പരിചയപ്പെടാം. ഒരു സിനിമ ഇന്റർവ്യൂ. അപ്പൊ നമ്മൾ പുതുതായിട്ട് ചെയ്യാവുന്ന പടത്തിലേക്ക് പുതുമുഖങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ട്, അറിയാലോ അല്ലേ? അപ്പൊ നമ്മൾ പുതുമുഖങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ ഇവിടെ? പുതുമുഖങ്ങൾ വേണം സാർ, ഞാനില്ലേ. ഇയാൾ അഭിനയിക്കാൻ വന്നാണോ? ഇയാൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ പോയാണ്, മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഉള്ളവരൊക്കെ അങ്ങോട്ട് കയറ്റിവിട്. പുറത്ത് ഭയങ്കര തിരക്കാണ് സാർ. ഭയങ്കര തിരക്കാണ്. എത്ര പേരുണ്ട്? 3 പേരുണ്ട്. 3 പേരുണ്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞത്. അവർ പരസ്പരം തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? പരസ്പരം തിരക്ക്. ആരെങ്കിലും ഉള്ള കടത്തി വിടുക. ഓക്കെ സാർ, എന്റെ കാര്യം ഒന്ന് ഓർത്തേക്കണം. ഹലോ അസിസ്റ്റന്റ്, കം ഇൻ. സാറേ, കമലഹാസന്റെ പോലത്തെ ആള് അടിപൊളി ആള് വന്ന് വിളിക്കുന്നത് ഇവിടെ. കമലഹാസനെ പോലുള്ള ആളോ? അതെ അതെ. അയ്യോ, അങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ടത്. കടത്തിവിട്. ശരി സാർ. ശരി. അസിസ്റ്റന്റ് എവിടെ? ആളെ കടത്തി വിടൂ. അയ്യോ, ഇതാണ് കമലഹാസൻ. ഇത് എന്ത് കമലഹാസനാണത്? അടുപ്പിൽ വീണതാ? ഇതെന്തത്? എന്താണത്? താനാണ് കമലഹാസൻ? അപൂർവ സഹോദരത്തിലുള്ള കമലഹാസനാ. താനവിടെ വീണ്. താനവിടെ വീണെന്ന്. ഇവിടെ വന്നിട്ട് മീനനെ ഇവിടെ. താനവിടെ വീണ്. എനിക്ക് ഒരു ചാൻസ് തരാമോ സാറേ? ഇയാളെന്താ ചെയ്യാൻ പോണോ ഇവിടെ? എന്റെ പേര് ഇതുണ്ടോ? എന്ത് ഇങ്ങനെ എഴുതണം അവിടെ? ബുക്കും പേപ്പറും എഴുതിയെടുക്കണം. എഴുതിത്തോളാം. പേന പേന. ഓക്കെ, ആയിക്കോട്ടെ. എന്താ എന്താ പേരെന്താ? പേര് സുരേഷ്. സുരേഷ് PS. സുരേഷ് PS. സുരേഷ്. PS സുരേഷ്. സുരേഷ് PS. ആദ്യം PS. സുരേഷ് അല്ലെങ്കിൽ PS. ഇവിടെ മീനാനെ ഇവിടെ. താനവിടെ വീണു. ആദ്യം വീണവിടെ. സുരേഷ്. സുരേഷ് PS. സുരേഷ്. എടാ PS ആണ് അല്ലെങ്കിൽ സുരേഷ് ആണ്? സുരേഷ് PS. ആയിക്കോട്ടെ, സുരേഷ് PS. അങ്ങനെ ആക്കാം. ഇവിടെ മീനാനെ ഇവിടെ. താനവിടെ വീണെന്ന്. വീണായിരുന്നു. ഇയാൾ ഈ കൊമ്പും വെച്ചോണ്ട് നടക്കണത് അത് ഉരി വെച്ചേ. അത് മാറ്റിയത് ഇങ്ങനെ ആക്കാം. അങ്ങനെ വെച്ചോ. ഇയാൾ എന്താ ചെയ്യാൻ പോണോ? ഞാൻ മിമിക്രിയില് ഞാൻ മെയിനായിട്ടും മിമിക്രി ആണല്ലോ. മിമിക്രി അല്ല, മിമിക്രി. മിമിക്രി എന്താ പറഞ്ഞേ? മിമിക്രി. വാദിപ്രതിയായ കറക്റ്റാണ്. മിമിക്രി അങ്ങനെ സ്ക്രീൻ. അതെന്താ ചെയ്യാൻ പോണത്? അതങ്ങനെയാണ് അതിന്റെ മെയിനായിട്ടും ഞാൻ ഈ നടന്മാരെ ഇതുണ്ടല്ലോ. നടന്മാര് ഏത് നടനെ ചെയ്യാൻ പോണ? ഒച്ച കേൾപ്പിക്കും ഞാൻ. എന്ത് നടൻ? ഏത് നടന്റെ സൗണ്ട്? സൗണ്ട് കേൾപ്പിക്ക്. മമ്മൂട്ടിയുടെ എടുക്കാം. മമ്മൂട്ടിയുടെ എടുക്കും. എന്തെടുക്കുന്നു? മമ്മൂട്ടിയുടെ സൗണ്ട് മറ്റേ വാത്സല്യം കണ്ട? വാത്സല്യം കണ്ടാണ്. വാത്സല്യത്തില് മമ്മൂട്ടി ഒരു കൃഷിക്കാരനാണല്ലോ. കൃഷിക്കാരനായിട്ട് അവരുടെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടും തണ്ണും വന്നപ്പോഴത്തേക്ക് ആണല്ലോ മറ്റേ വക്കീലാനായിട്ട് സിദ്ദീഖ് പഠിക്കാനായിട്ട്. അങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ജപ്തി വരുമ്പോഴത്തേക്കും പറയുമ്പോ ഒരു ഡേഗോൽ ഉണ്ടല്ലോ. ഒരു ഡേഗോല് പറയണ്ടോ മമ്മൂട്ടി അതിനകത്ത്? വേണ്ട, ഒന്നുകൂടെ പറഞ്ഞോ. കറക്റ്റാണ്, ഒന്ന് പറയാം. പറഞ്ഞോ. ഡയലോഗ് അത്രയൊക്കെ മതി. അത് പറയൂ താൻ. അങ്ങനെ പറയാം. മമ്മൂട്ടിയുടെ കേട്ടാ. ഭയങ്കര ഒരു കഷ്ടപ്പാട് ആണ് അതിനകത്ത്. കേട്ടാ, പറയണ നോക്കണം. എടുത്തോണ്ട്. ഇതെന്താ മൂഡ് ഇങ്ങനെ ഇരിക്കണേ? ഇത് മമ്മൂട്ടിയല്ല, മരപ്പട്ടിയാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. മേലെടുത്ത് ചെക്ക തന്നെ അത് ജപ്തി വേണം മയ്യെന്നും പറഞ്ഞ അമ്മ ഇവിടെ നിന്ന് കയറിയപ്പോ ഒരു ചാക്കറിച്ച് ചില്ലറ പൈസ കുഞ്ഞമാമ തല പറയാൻ എനിക്ക് പറ്റില്ല. പറ്റണേ നിന്റെ തല ഞാൻ ചവിട്ടി അരക്കി ഞാൻ ഇവിടം. ഇതാണ് മമ്മൂട്ടി. ഇത് മമ്മൂട്ടിയാ. ചെറു തെറ്റിപ്പോയല്ലേ? ഇത്തിരി തെറ്റിയാ? ബാക്കിയൊക്കെ ശരിയായോ? ബാക്കിയൊക്കെ ശരിയായാ? ചെറു തെറ്റിപ്പോയ. അല്ല വേറെന്തെങ്കിലും ചെയ്യോ? സുരേഷ് ഗോപി എടുക്കാം. സുരേഷ് ഗോപി വേണമെങ്കിൽ എടുക്കാം. ഒന്ന് കാണാവോ? സുരേഷ് ഗോപി എടുക്കാം. ശരി, സുരേഷ് ഗോപി. കൊമ്പ് താത്തി വെച്ചാൻ ആഷ്കനാണ്. സുരേഷ് ഗോപിക്ക് ആഷ്കനാണ് കേട്ടാ. കണ്ടോട്ടാ. മ്യൂസിക്കെല്ലാം കിട്ടാൻ വഴിയുണ്ടോ? മ്യൂസിക് ഒന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അവിടെ സിനിമ ആവുമ്പോ ചെയ്തോളാം. സുരേഷ് ഗോപി മൊത്തത്തിൽ അതിന്റെ സെറ്റപ്പാണ്. സുരേഷ് ഗോപി. പേടിപ്പിച്ചോ?
കളഞ്ഞല്ലോ മനുഷ്യന്. ഇതെന്ത് ഇത് എപ്പോഴും വീണെന്താ വീണ് വീണ ആ മുഴ വന്നേ പറയില്ലേ? വീണ് വീണ് തഴമ്പാണത്. തഴമ്പാണല്ലേ? ഞാൻ ഇപ്പൊ പിന്നെ വീണനെ ഇവിടെ താൻ വീണവിടെ ഞാനിവിടെ ഇപ്പം വീണനെ താനവിടെ വീണു. വീണനെ ഇവിടെ ആ വീണ്. സുരേഷ് ഗോപി കഴിഞ്ഞ അത്ര അതാണ് ജീവനോടെ തിരിച്ചു വന്നല്ലോ. ഇനി എന്താ ചെയ്യാൻ പോണത്? ജയന്റെ എടുക്കാം. ജയന ആക്കാം. ജയന ആക്കുവോ? എവിടെ കൊണ്ടാക്കാം? ജയന്റെ കക്കൂസി കയറി നിന്നിട്ട് അമ്മ പറയണ ഞാൻ കക്കൂസി കയറി ജയന്റെ നന്നായിട്ട് ഒച്ചയ്ക്ക് പറയാറുണ്ടെന്ന്. കക്കൂസക്കരുന്നാ പറയണത്? പറയണ അമ്മ അമ്മ എടുത്തല്ല ആ ആയിക്കോട്ടെ. ജയൻ 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 ഒന്ന് അനൗൺസ് ചെയ്തോട്ടെ. ആഷ്കിൻ ഹീറോ ജയൻ. ഇവിടൊക്കെ വൃത്തിയേടാക്കോ അയാള്? ഡയലോഗ് മറന്നുപോയി. ഡയലോഗ് ആഷ്കിനടുത്തപ്പോ ഡയലോഗ് മറന്നുപോയി. ഡയലോഗ് എല്ലാം മറന്നു. പറ്റണ എനിക്ക് പറയാതെ മടുത്തുപോയി. പറ്റണില്ല. പറ്റണ എനിക്ക് തന്നെ പോലുള്ളവരാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. മനസ്സിലായ? എന്റെ ഇല്ലാത്ത സമയം താൻ വീണ്ടും ഇല്ലാണ്ടാക്കി. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഒരു സംവിധായകനാണ്. എന്റെ സമയങ്ങളെ നീ ഇവനെ സാറേന്നും വിളിച്ച് ഒറ്റ അലക്കാൻ പറ്റണം. എന്താണ് നീ വിചാരിച്ചേ? നീ വിളിടാ വൃത്തിയായിട്ടവനെ. ഒരു മനുഷ്യനോട് ഇന്റർവ്യൂവിന് വന്നോ ആളോട് മര്യാദയ്ക്ക് പെരുമാറോ പഠിക്കണ. വൃത്തിയായിട്ടവനെ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല. എടാ മോഹൻലാലും മമ്മൂട്ടി സുരേഷും ദിലീപും ജയറാമൊക്കെ അഭിനയം പഠിച്ചിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നു. ആണോ? ഭ്രാന്തനാണത്. ഇവറ്റോട്ടെ കൊടിക്കട്ടെ വേണ്ടി സാറെ ഞാൻ വിളിച്ചല്ലേ വൃത്തിയായിട്ട. എടാ നീ ആരുടെ നീ ആരത് സൃഷ്ടി? ഞാനിതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സൃഷ്ടും ഞാനും സൃഷ്ടും എന്തിട്ട് ഞാനും സൃഷ്ടി എഴുതും. ഞാൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. സൃഷ്ടും ഞാൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. താൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. തനിക്ക് എന്ത് വിവരമുണ്ട്? എനിക്ക് ഇച്ചിരി വിദ്യാഭ്യാസ കുറവുണ്ടാവുണ്ട്. വേറെ ഒരാൾ എഴുതും. താൻ വായിച്ചിട്ടില്ല? ഏതെങ്കിലും കഥ വായിച്ചിട്ടുണ്ടോ? തിരക്കുള്ള സ്ഥലത്തിരുന്ന് ഞാനും കഥ എഴുതും. സൃഷ്ടും എഴുതും. താൻ എന്ത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്? ഞാനൊരു സൃഷ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എഴുതാം. താൻ പറയുന്നത് ഞാൻ എഴുതണോ? താൻ പറയുന്നത് ഞാൻ പറയണത് നിനക്ക് എഴുതാവും. നിനക്ക് എഴുതാവും. ഞാൻ ഒരു സൃഷ്ടി പറഞ്ഞിട്ട് നീ എഴുതിയില്ലല്ല. എഴുതിയില്ലെങ്കിൽ നിന്റെ ഈ ഡയറക്ടർ പണി കളഞ്ഞിട്ട് നീ എന്റെ വീട്ടിൽ ഞാൻ പറയണ നീ എഴുതിയിട്ടുണ്ടല്ല. ഞാനിത് ഈ അഭിനയം നിർത്തിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് കൂലിപ്പണി എടുത്തി. ചേട്ടോ അവന്റെ സൃഷ്ടി എഴുതാൻ ഒരു ഗ്രാമം കൂടെ എഴുതി. ഒരു ഗ്രാമം ഒരു രോമോ ഒരു ഗ്രാമം. ഗ്രാമത്തില് ഒരു ഹൗസിംഗ് കോളനി. ഒരു ഗ്രാമത്തിലെ ഹൗസിംഗ് കോളനി. ഗ്രാമത്തിൽ ഹൗസിംഗ് കോളനി ഉണ്ട്. ഗ്രാമത്തിൽ ഹൗസിംഗ് കോളനി ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ഹൗസിംഗ് കോളനി. ഹൗസിംഗ് കോളനിയിൽ ഒറ്റ വീട്. ഹൗസിംഗ് കോളനിയിൽ ഒറ്റ വീട്. ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്, ഒരു വീടുകളുടെ ഒരു ഗ്രൂപ്പാണ്. മനസ്സിലായില്ലേ? എടാ അത് ബാക്കിയെല്ലാം കക്കൂസ് മാത്രം പണിതിട്ടേക്കാന്ന്. അത് ലോൺ അനുവദിക്കാത്ത എന്റെ കുഴപ്പമാണോ? ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരൊറ്റ വീട്. ഒറ്റ വീട്. ആ കോളനിയില് ഒരു 4 കൂടി ഒരു മുക്കലവ എടുത്ത്. 4 കൂടി ഒരു മുക്കല വേണ്ടോ? മുക്കവലുണ്ട്. 4 കൂടിയിട്ട് എങ്ങനെ മുക്കവല? അവര് 4 കവലല്ലേ അത്? ഒരെണ്ണം ടാറിയായിട്ടില്ല സോളിങ് ആയിരുന്നോണ്ടിരിക്കണല്ലോ. പിന്നെ റോഡാക്കാൻ പറ്റുമോ? അങ്ങനെ എഴുതിക്കോളൂ. 4 കൂടി മുക്കവല. ആ മുക്കവലയിൽ ഒരു കാളവണ്ടി വന്ന് നിന്ന്. കാളവണ്ടി വന്ന് നിന്ന്. വണ്ടിക്കാരൻ നടക്കാത്ത കാളയോട്. നടക്കാത്ത കാളയോട് ഏയ് കാളെ എഴുതിക്കങ്ങട്. നീ അങ്ങനെ എഴുതല അങ്ങട്. എഴുതല്ലേ? ഏയ് കാളെ നടകാളെ എഴുതിക്കങ്ങട്. അടുത്ത ആളെ കെട്ടി ഇങ്ങോട്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമുകളുമായി ഞങ്ങൾ വീണ്ടും വരും. കാത്തിരിക്കുക. ചിൽഡ്രൻ, ബൈ.